നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കൺവേർട്ട് 40 ഡിഗ്രി 20 മിനിറ്റ് ഇൻറ്റു റേഡിയൻ മെഷേഴ്സ്. കൺവേർട്ട് 40 ഡിഗ്രി 20 മിനിറ്റ് ഇൻറ്റു റേഡിയൻ മെഷേഴ്സ്. ഈ ക്വസ്റ്റ്യൻസിൽ കുറച്ചും കൂടി അഡീഷണൽ ആയിട്ടൊരു ടേം ഉണ്ട് അല്ലേ, 20 മിനിറ്റ്. ഇപ്പോൾ ഡിഗ്രി മാത്രമാണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈസി ആയിട്ട് റേഡിയൻ മെഷേഴ്സിലേക്ക് ആൻസർ കിട്ടും. എന്ത് ചെയ്താൽ മതി, 40 ഇൻറ്റു π/180 ചെയ്താൽ മതി. ഇവിടെ 40 ഡിഗ്രിയുടെ കൂടെ 20 മിനിറ്റ് കൂടി ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യണം, ആദ്യം 40 ഡിഗ്രി 20 മിനിറ്റ്, ഈ 40 ഡിഗ്രി 20 മിനിറ്റിനെ മൊത്തമായിട്ട് ഡിഗ്രി വാല്യൂയിലേക്ക് മാറ്റണം. അതായത് ഡിഗ്രി വാല്യൂ കിട്ടിയാൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അത് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, 40 ഡിഗ്രി 20 മിനിറ്റിന് എന്ത് ചെയ്യും, 20 മിനിറ്റിന് എങ്ങനെയാണ് മാറ്റുക, 20 മിനിറ്റ് എന്ന് വെച്ചാൽ എന്താ, 20 മിനിറ്റ് എന്ന് വെച്ചാൽ എത്ര ഡിഗ്രി എന്ന് എങ്ങനെ കാണും, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്താ 1 ഡിഗ്രി ഈക്വൽ ടു 60 മിനിറ്റ് ആണ് അല്ലേ, 1 ഡിഗ്രി ഈക്വൽ ടു 60 മിനിറ്റ് ആണ്. അപ്പോൾ 1 മിനിറ്റ് എത്രയായിരിക്കും, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 1/16 ഡിഗ്രി ആയിരിക്കും അല്ലേ. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/16 ഡിഗ്രി ആയിരിക്കും അല്ലേ. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/16 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും, 1 മിനിറ്റ് ഈക്വൽ ടു 1/16 ഡിഗ്രി ആണെങ്കിൽ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും, എന്ത് ചെയ്താൽ മതി, 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഏതിനാ, 1/16. 20 ഇൻറ്റു 1/16 എത്ര വരും, 1/3 അല്ലേ, 1/3 ഡിഗ്രി. 1/3 20 16 സിംപ്ലിഫൈ ചെയ്ത് എന്ത് വരും, 1/3 ഉണ്ട്. അപ്പോൾ 20 മിനിറ്റ് ഈക്വൽ ടു 1/3 ഡിഗ്രി എന്ന് കിട്ടി. 20 മിനിറ്റ് ഈക്വൽ ടു 1/3 മിനിറ്റ് എന്ന് കിട്ടി. അപ്പോൾ നമുക്കിതിനെന്താ 40 ഡിഗ്രി പിന്നെ എന്തിൻ്റെ കൂടെ 1/3 ഡിഗ്രിയും കൂടി ഉണ്ട്. വേണമെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ആയിട്ട് എന്ത് ചെയ്താം, 40 ഇൻറ്റു 3 + 1 / 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 121/3 അല്ലെ, 121/3 ഡിഗ്രി എന്ന് കിട്ടി. അപ്പം ഇതൊരു മിശ്ര ഭിന്നം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനാണ്. അപ്പോൾ അതിനെ നമ്മൾ വിഷമ ഭിന്നം ഇംപ്രോപ്പർ ഫ്രാക്ഷനൊക്കെ എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 40 ഇൻറ്റു 3 + 1 / 3 40 ഇൻറ്റു 3 120 120 + 1 121 121/3. അപ്പോൾ 40 മിനിറ്റ് ആൻഡ് 20 ഡിഗ്രി അല്ല 40 ഡിഗ്രി ആൻഡ് 20 മിനിറ്റിന് നമുക്ക് എന്ത് കിട്ടി, ഒരു സിംപ്ലസ്റ്റ് ഫോമിൽ ഡിഗ്രി ഫോം കിട്ടി. എന്ത് 121/3 ഡിഗ്രി എന്ന് കിട്ടി, 121/3 ഡിഗ്രി എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി, ഇനി നമുക്ക് ഈസി ആയിട്ട് റേഡിയൻ മെഷർ കാണാം. എങ്ങനെ കിട്ടും, 121/3 ഡിഗ്രി ഈക്വൽ ടു 121/3 ഇൻറ്റു π/180 റേഡിയൻ. π/180 റേഡിയൻ. 121/3 ഇൻറ്റു π/180 റേഡിയൻ. എൻ്റെ ആൻസർ എന്താ വരിക, 121π/540 റേഡിയൻ. 540 റേഡിയൻ അല്ലേ, 121π/540 റേഡിയൻ. അപ്പം ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡിഗ്രി മെഷേഴ്സിൻ്റെ കൂടെ മിനിറ്റോ സെക്കൻഡ്സോ ഉണ്ടെങ്കിൽ അതിന് ആദ്യം എന്ത് ചെയ്യണം, ആ മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് രണ്ടും കൂട്ടിയിട്ട് ഒന്നിച്ചുള്ള ഒരു ഡിഗ്രി ആക്കിയിട്ട് മാറ്റുക. അതിന് ശേഷം റേഡിയൻ മെഷേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ in which a central angle of 60 degree intercepts an arc length 37.4 cm. Use pi equal to 22/7. Here question is find the radius of the circle in which a central angle of 60 degree intercepts an arc length 37.4 സെൻറ്റിമീറ്റർ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക, ഇവിടെ എന്താ ഫൈൻഡ് ചെയ്യുന്നത്, ഫൈൻഡ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ അല്ലേ. ഇപ്പോൾ റേഡിയസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്തൊക്കെ തന്നിട്ടുണ്ട്,
ആംഗിൾ വാല്യൂ 60 ഡിഗ്രി എന്നും അതുപോലെ ആർക്ക് ലെങ്ത്ത് 37.4 സെൻറ്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട് അല്ലേ. ഹിയർ L equal to 37.4 cm and theta equal to എത്രയാ 60 degree. Theta equal to 60 degree. We want to find the value of R. How to find? What is the value of R? R equal to L by theta ആണല്ലേ. R equal to L by theta ആണ്. നമുക്ക് റേഡിയസ് ആണ് കാണേണ്ടത്. റേഡിയസ് കാണുന്നതിൻ്റെ ഇക്വേഷൻ എന്താ? L by theta ആണ്. അപ്പോൾ എങ്ങനെ കാണും? L അറിയാം 37.4 സെൻറ്റിമീറ്റർ ആണ്. തീറ്റ വാല്യൂ 60 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തീറ്റ വാല്യൂ ആംഗിൾ വാല്യൂ റേഡിയൻ മെഷർമെൻറ്റിൽ മാത്രമാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റൂ. ആംഗിൾ വാല്യൂ റേഡിയൻ മെഷറിലുണ്ടെങ്കിൽ മാത്രമേ R ഈക്വൽ ടു L ബൈ തീറ്റ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി ഉള്ളത് ആദ്യം റേഡിയൻ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എത്രയാണ് കിട്ടുക? 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനാ? 60 ഇൻറ്റു പൈ ബൈ 180 റേഡിയനാണ് അല്ലേ. 60 ഇൻറ്റു പൈ ബൈ 180 റേഡിയനാണ്. അപ്പോൾ 60 ഇൻറ്റു പൈ ബൈ 180 എത്ര സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുക? 3 അപ്പോൾ പൈ ബൈ 3 റേഡിയൻ എന്ന് കിട്ടി. പൈ ബൈ 3 റേഡിയൻ. അപ്പോൾ നമുക്ക് ആംഗിൾ വാല്യൂ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുക്കുകയേ വേണ്ടൂ. എന്താ ഇക്വേഷൻ? R ഈക്വൽ ടു L ബൈ തീറ്റ. R ഈക്വൽ ടു L by theta, that is equal to, what is the value of L? 37.4. What is the value of theta? Theta equal to pi by 3, that is equal to 37.4 into 3 by pi. അതായത് ഈ 3 മുകളിലേക്ക് പോകും. അപ്പോൾ എന്ത് വരും? 37.4 into 3 by pi. Okay, then using pi equal to 22 by 7, then put this value in this, then we will get 37.4 into 3 divided by 22 by 7. Next 37.4 into 3 into ഈ 7 എവിടെ പോകും? മുകളിലേക്ക്. ഒപ്പം തരും 3 into 7 divided by 22. ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക? 35.7 സെൻറ്റിമീറ്ററിന് കിട്ടും. 37.7 സെൻറ്റിമീറ്ററിന് കിട്ടും. ഒന്നുകൂടി പറയാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ ഇൻ വിച്ച് central angle of 60 degree intercepts an arc length 37.4 centimeter. Use pi equal to 22 by 7. Here we want to find the radius of the circle. We have that value R equal to L by theta. L is the arc length and theta is the angle value. L ആംഗിൾ വാല്യൂവിനെ ആർക്ക് ലെങ്ത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ട് തീറ്റ എന്ന് പറയുന്നത് റേഡിയൻ വാല്യൂവിലേക്ക് മാറ്റുന്നതായിരിക്കും. തീറ്റ എപ്പോഴും റേഡിയൻ വാല്യൂവിലുള്ളതായിരിക്കും. പ്രോബ്ലം ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ എന്ത് ചെയ്തു? ഹിയർ L equal to 37.4 centimeter and theta equal to 60 centimeter. Okay, then find 60 degrees. 60 ഡിഗ്രി എന്ത് ചെയ്യണം? 60 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര റേഡിയനാന്ന് കണ്ടുപിടിക്കണം. അതായത് 60 ഡിഗ്രീനാ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? 60 ഇൻറ്റു പൈ ബൈ 180, ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ ബൈ 3 റേഡിയൻ. ദെൻ using the equation R equal to L by theta, then put these values in this equation, that is L equal to 37.4 and theta equal to pi by 3, which implies 37.4 into 3 by pi. Then to put pi equal to 22 by 7, that is 37.4 into pi by 22 by 7, then 7
ന്യൂമറേറ്ററിൽ പോകും. അപ്പം എന്തൊരു 37.4 × 3 × 7 / 2. Final answer becomes 35.7 centimeter. Next is find the degree measures corresponding to the following radian measures. Use pi equal to 22/7. And the question, find the degree measures corresponding to the following radian measures. ഇതിൻ്റെ മീനിങ് എന്താ? താഴെ തന്നിട്ടുള്ള റേഡിയൻ മെഷേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷേഴ്സ് ഫൈൻഡ് ചെയ്യണം. താഴെ തന്നിട്ടുള്ള റേഡിയൻ മെഷേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷേഴ്സ് ഫൈൻഡ് ചെയ്യണം. എങ്ങനെ ഫൈൻഡ് ചെയ്യും? We have the relation 1 radian or 1 degree equal to 1 radian equal to എന്താ? 1 radian equal to എന്താ? 1 radian equal to 180/pi ഡിഗ്രി ആണല്ലേ. 1 radian equal to 180/pi ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇതാണ് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. കാരണം എന്താ? റേഡിയൻ മെഷേഴ്സ് ഡിഗ്രിയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് 1 radian equal to 180/pi ഡിഗ്രി എന്ന ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഡിഗ്രി മെഷേഴ്സ് റേഡിയനിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിലോ 1 degree equal to pi/180 റേഡിയൻ എന്ന ഇക്വേഷൻ യൂസ് ചെയ്യണം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7pi/6 റേഡിയൻ എന്ത് ചെയ്യണം? ഡിഗ്രി മെഷേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 7pi/6 റേഡിയനാ എന്ത് ചെയ്യണം? ഡിഗ്രി മെഷേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? എന്താണോ റേഡിയൻ വാല്യൂ അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 180/pi ഡിഗ്രി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 180/pi ഡിഗ്രി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ എന്താ വരിക? പയ്യും ക്യാൻസൽ ആവും അല്ലേ? അതുപോലെ 180ൽ എത്ര 6 ഉണ്ട്? 30. 180ൽ 30 60 ഉണ്ട്. അപ്പം 7 × ബാക്കി റിമൈനിങ് എന്താ ഉള്ളത്? 7 × 30 എത്രയാ? 210 ഡിഗ്രി. 210 ഡിഗ്രി. അപ്പോൾ 7pi/6 റേഡിയൻ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 210 ഡിഗ്രി എന്ന് കിട്ടി. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? യൂസ് 5pi/3 then it convert into degree value. That means 5pi/3 radian equal to 5pi/3 radian equal to എന്താണോ റേഡിയൻ വാല്യൂ ആ റേഡിയൻ വാല്യൂവിനെ എന്ത് ചെയ്യണം? ആ റേഡിയൻ വാല്യൂവിനെ 180/pi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 5pi/3 × 180/pi ഡിഗ്രി. അപ്പോൾ എന്താവും? പയ്യും ക്യാൻസലായി. പിന്നെന്താ ബാക്കിയുള്ളത്? 3യും 180യും. 180ൽ എത്ര 3 ഉണ്ട്? 180ൽ 63 ഉണ്ടല്ലേ. അപ്പോൾ എന്താ ബാക്കിയുള്ളത്? 5 × 60. 5 × 60 എത്രയാ? 300 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5pi/3 റേഡിയൻ ഈക്വൽ ടു 300 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഏത് റേഡിയൻ മെഷേഴ്സ് തന്നാലും ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? എന്താണോ റേഡിയൻ മെഷേഴ്സ് ആ മെഷേഴ്സിനെ 180/pi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. അതായിരിക്കും റേഡിയൻ വാല്യൂവിനെ ഡിഗ്രി വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഓക്കെ.